നമസ്കാരം. പശ്ചിമേഷ്യയിൽ യുദ്ധമേഘങ്ങൾ ഉരുണ്ടുകൂടുമ്പോൾ അവിടെ കുടുങ്ങിക്കിടക്കുന്ന നമ്മുടെ സഹോദരങ്ങളെ എങ്ങനെയെങ്കിലും സുരക്ഷിതമായി നാട്ടിലെത്തിക്കുക എന്നതായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഏറ്റവും വലിയ വെല്ലുവിളി. ഇറാനിൽ നിന്ന് ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാൻ ഇന്ത്യ തിരഞ്ഞെടുത്ത വഴി ലോകത്തെ തന്നെ അമ്പരപ്പിച്ചിരിക്കുകയാണ്. 550-ലധികം ഇന്ത്യൻ പൗരന്മാരെയാണ് ഇതുവരെ സുരക്ഷിതമായി നമ്മൾ ഒഴിപ്പിച്ചത്. ഇതിൽ ഇന്ത്യക്ക് താങ്ങായി നിന്നത് ആരാണെന്നറിയണ്ടേ? നമ്മുടെ ഉറ്റ സുഹൃത്തായ അർമേനിയ. ഇറാനിലെ നിലവിലെ വിമാനത്താവള നിയന്ത്രണങ്ങളും സുരക്ഷാ ഭീഷണികളും കാരണം നേരിട്ടുള്ള ഒഴിപ്പിക്കൽ പലപ്പോഴും വെല്ലുവിളികൾ നിറഞ്ഞതാണ്. ഈ ഘട്ടത്തിലാണ് ഇന്ത്യ അർമേനിയയുടെ സഹായം തേടിയത്. ഇറാനിൽ നിന്നുള്ള ഇന്ത്യൻ പൗരന്മാരെ അതിർത്തി കടത്തി അർമേനിയയിൽ എത്തിക്കുകയും അവിടെ നിന്ന് പ്രത്യേക വിമാനങ്ങൾ വഴി ഇന്ത്യയിലേക്ക് എത്തിക്കുകയുമാണ് ചെയ്യുന്നത്. വെറുമൊരു ഔദ്യോഗിക സഹായമല്ല, മറിച്ച് മാനുഷിക പരിഗണന നൽകിക്കൊണ്ട് അർമേനിയൻ സർക്കാരും അവിടുത്തെ ജനങ്ങളും ഇന്ത്യക്കാരെ സ്വീകരിച്ചിരിക്കുകയാണ്. ഇന്ത്യയും അർമേനിയയും തമ്മിലുള്ള ബന്ധം വെറുമൊരു സൗഹൃദം മാത്രമല്ല. സമീപകാലത്ത് പ്രതിരോധ മേഖലയിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ പങ്കാളികളിൽ ഒന്നാണ് അർമേനിയ. പാകിസ്ഥാനും തുർക്കിയും അസർബൈജാനെ പിന്തുണയ്ക്കുമ്പോൾ അർമേനിയയ്ക്ക് കരുത്തു പകരുന്നത് നമ്മുടെ പിനാക്ക റോക്കറ്റ് ലോഞ്ചറുകളും ആകാശ് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളുമാണ്. യുദ്ധകാലാടിസ്ഥാനത്തിൽ നമ്മുടെ പൗരന്മാരെ രക്ഷിക്കാൻ അവർ കാണിച്ച ഈ താൽപ്പര്യങ്ങൾ വർഷങ്ങളായി നമ്മൾ വളർത്തിയെടുത്ത ആഴത്തിലുള്ള നയതന്ത്ര ബന്ധത്തിന്റെ വിജയമാണ്. ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഔദ്യോഗികമായി തന്നെ അർമേനിയൻ വിദേശകാര്യമന്ത്രി അരാരത്ത് മിർസോയനോടും അവിടുത്തെ ഭരണകൂടത്തോടും നന്ദി രേഖപ്പെടുത്തി കഴിഞ്ഞു. ഈ വെല്ലുവിളി നിറഞ്ഞ സമയത്ത് നൽകിയ പിന്തുണയ്ക്ക് നന്ദി എന്ന വാക്കുകൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വിശ്വാസം കൂടുതൽ ദൃഢമാക്കുന്നുണ്ട്. 550 പേർ എന്നത് ഒരു തുടക്കം മാത്രമാണ്. കൂടുതൽ ആളുകളെ വരും ദിവസങ്ങളിൽ ഇതേ പാതയിലൂടെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. ലോകത്തിന്റെ ഏത് കോണിൽ ഒരു ഇന്ത്യക്കാരൻ കുടുങ്ങിയാലും അവരെ തിരികെ എത്തിക്കാൻ ഭാരതം സജ്ജമാണെന്ന് ഈ നീക്കം ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ്. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.